ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് ലിബ്രെഓഫീസ് ഇംപ്രസിൽ നിന്നും അഥവാ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ പൂർണ്ണമായ പ്രാക്ടിക്കൽ വീഡിയോസുമാണ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. 7ാം ക്ലാസ്സിലെ വീണപൂവ് എന്ന കാവ്യഭാഗം വിനിമയം ചെയ്യുമ്പോൾ മഹാകവി കുമാരനാശാനെ പരിചയപ്പെടുത്തുന്നതിന് 4 സ്ലൈഡിൽ കുറയാത്ത ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. ഹോം ഫോൾഡറിൽ DLED ഡോക്യുമെൻറ്റ്സിലെ PS38 എന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടത്. മഹാകവി കുമാരനാശാൻ എന്ന ശീർഷകം ടൈപ്പ് ചെയ്ത് സ്ലൈഡിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുക. കുമാരനാശാൻ്റെ കൃതികൾ ഒരു സ്ലൈഡിൽ ബുള്ളറ്റ്സ് ഇട്ട് നൽകുക. വീണപൂവിലെ 4 വരികൾ ഒരു സ്ലൈഡിൽ ചേർക്കുക. വീണപൂവ് എന്ന കവിതയുടെ ഓഡിയോ ഫയൽ വീണപൂവ് .mp3 ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെഓഫീസ് ഇംപ്രസ് എന്ന രീതിയിൽ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. തുറന്നു വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ടെംപ്ലേറ്റ് വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ക്യാൻസലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ സൈഡിൽ സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോയും അതേപോലെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോയും നമുക്കിവിടെ കാണാം. ഇത് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ വ്യൂവിൽ പോയിട്ട് നമുക്ക് സ്ലൈഡ് പെയിന് അതേപോലെ തന്നെ വ്യൂവിൽ സൈഡ് ബാർ ഈ 2 നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്നില്ലെങ്കിൽ നമ്മൾ വ്യൂവിൽ പോയിട്ട് സ്ലൈഡ് പെയിനിൻ്റെ ടിക്ക് മാർക്കും അതുപോലെ തന്നെ സൈഡ് ബാറിൻ്റെ ടിക്ക് മാർക്കും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 വിൻഡോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. മഹാകവി കുമാരനാശാൻ എന്ന ശീർഷകം ടൈപ്പ് ചെയ്ത് സ്ലൈഡിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി സ്ലൈഡിൽ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ബോക്സ് ലഭ്യമാണ്. അപ്പോൾ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ EN എന്നുള്ള ഐക്കണിൽ പോയിട്ട് നമ്മൾ മലയാളം ചൂസ് ചെയ്യുന്നു. മലയാളം. ഇനി ഇവിടെ മഹാകവി കുമാരനാശാൻ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. മഹാകവി കുമാരനാശാൻ. അപ്പോൾ നമ്മൾ മഹാകവി കുമാരനാശാൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം നമ്മൾ ബോൾഡ് ചെയ്യുമ്പോൾ അവിടെ ആ ചില്ലക്ഷരം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ മഹാകവി കുമാരനാശാൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്തെ ഈ ഒരു ബോക്സ് നമുക്ക് ആവശ്യമില്ല, ടെക്സ്റ്റ് ബോക്സ് ആവശ്യമില്ല. അതുകൊണ്ട് ആ ബോക്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് കീ യൂസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തണം. അത് PS38 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ലഭ്യമാവുക. അപ്പോൾ അതിനുവേണ്ടി ഇൻസേർട്ട് ഇമേജിലോ അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ഐക്കണിലോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിലെ PS38 എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കുമാരനാശാൻ .jpg എന്ന ചിത്രമാണ് നമുക്ക് ഇങ്ങോട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം കുമാരനാശാൻ .jpg എന്നിവിടെ കാണാം. അത് സെലക്ട് ചെയ്യുകയോ ഓപ്പൺ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുമാരനാശാൻ്റെ ഒരു ചിത്രം അവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതാക്കി യഥാസ്ഥാനത്ത് നമ്മൾ ക്രമീകരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് കുമാരനാശാൻ്റെ കൃതികൾ ഒരു സ്ലൈഡിൽ ബുള്ളറ്റ്സ് ഇട്ട് നൽകണം. അപ്പോൾ ഇതിനായി അതിൻ്റെ കൃതികളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയൊരു ടെക്സ്റ്റ് ഫയൽ നമുക്ക് PS38 ഫോൾഡറിൽ ലഭ്യമായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളത് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോദ്യവും നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLED ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് PS38 ഡബിൾ ക്ലിക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഫയൽ കാണാം, നോട്ട് മലയാളം. അപ്പോൾ ഈ നോട്ട് മലയാളത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോയെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോട്ട് മലയാളം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഫയൽസ് കാണാനുണ്ട്. നമ്മൾ ഓരോ കൃതികളുടെ പേരും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടേക്ക് മാറ്റേണ്ടതുണ്ട്.
അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പവർ പോയിൻ്റ് ഇംപ്രസ് എടുക്കേണ്ടതുണ്ട്. ഇംപ്രസ് താഴെയുള്ള ഈ ഒരു പാനലിനകത്ത് അൺടൈറ്റിൽഡ് ലിബർ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പുതിയൊരു സ്ലൈഡ് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ടൈറ്റിൽ ഇവിടെ വേണം. അദ്ദേഹത്തിൻ്റെ കൃതികളെ പരിചയപ്പെടുത്തുന്നതിന് കുമാരനാശാൻ്റെ കൃതികൾ എന്നാണ് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം ഡ്രാഗ് ചെയ്യുന്നു. ഈ കുമാരനാശാൻ്റെ കൃതികൾ എന്നുള്ള ഈ ഒരു എഴുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കോപ്പി ചെയ്യുന്നു. ഇനി നമ്മൾ വീണ്ടും ഒരു ഇംപ്രസ്സിലേക്ക് തന്നെ വന്ന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് എഡിറ്റിൽ പോയാലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം, ഇവിടെ സ്പേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ സ്പേസ് കൊടുക്കാതെയാണ് നമ്മൾ ഇവിടെ ബോൾഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ചില്ലക്ഷരം നഷ്ടപ്പെടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും. ആ ചില്ലക്ഷരം അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് നമ്മൾ ഒരു ഐഡിയ ചെയ്യുന്നതാണ് ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക. അപ്പോൾ ആ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില്ലക്ഷരം അതേപടി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എഡിറ്റിൽ അൺഡു കൊടുക്കാം. വീണ്ടും അത് ശരിയാവണ വരെ ഒന്ന് അൺഡു കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു സ്പേസ് കൊടുക്കാം. സ്പേസ് കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ആ ചില്ലക്ഷരം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചില്ലക്ഷരം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില്ലക്ഷരത്തിനായി ഇപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ കീ വരുന്നുണ്ട് ഓരോ ചില്ലക്ഷരത്തിനും. അപ്പോൾ ഇതിന് ഉള്ളിനുള്ളത് നമ്മളെ ഷിഫ്റ്റും അതുപോലെ 8 ആൽഫബറ്റിന് മുകളിലെ 8 എന്ന് പറയുന്ന ബട്ടനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് 8ൻ്റെ ആ ഒരു കീ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കുമാരനാശാൻ്റെ കൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ സ്പേസ് ഇടണമെന്നില്ല. നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കുമാരനാശാൻ്റെ കൃതികൾ എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ വലുപ്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഓൾറെഡി ബുള്ളറ്റ്സ് ഉള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ബുള്ളറ്റ്സ് ആയിട്ട് കൊടുക്കാം. നമുക്ക് വേറെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ബോക്സ് വരക്കുകയാണ്. ആ ബോക്സ് വരച്ചതിന് ശേഷം നമ്മളിവിടെ ഈ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസ് ഇവിടെ ലഭ്യമല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കാവുന്നതാണ്. ഈ ഐക്കണിൽ സൈഡ് ബാർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടീസ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാം. ടോഗിൾ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ നമുക്ക് കാണാം. അപ്പോൾ ആ ടോഗിൾ ബുള്ളറ്റഡ് ലിസ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുള്ളറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് മോർ ബുള്ളറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ മോർ ബുള്ളറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ കളറും അതേപോലെ സൈസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൂട്ടാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് സ്വല്പം കൂട്ടുന്നുണ്ട്. ഇനി ഓക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ബുള്ളറ്റ്സിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതിൽ കുമാരനാശാൻ്റെ കൃതികൾ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു നോട്ട് എടുത്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് മുന്നേ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ട് നമ്മളിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നമ്മളിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ PPT നമ്മൾ താഴ്ഭാഗത്തെ പാനലിൽ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന PPT ലഭ്യമാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ടോ നമുക്ക് എന്ത് കൊടുക്കാം, പേസ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറും അതുപോലെ ബോൾഡ് ഇറ്റാലിക്കൊക്കെ ചെയ്യാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വീണപ്പൂവിലെ 4 വരികൾ ഒരു സ്ലൈഡിൽ ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു സ്ലൈഡ് കൂടി ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി സ്ലൈഡ് എന്ന മെനുവിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇതിനൊരു ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വീണപ്പൂവിലെ വരികൾ എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ കോപ്പി ചെയ്യാണ്. നമ്മളെ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ കോപ്പി കൊടുക്കണം. സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ PPTയുടെ ഫയൽ ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് പറയുന്ന ആ ഫയലിൽ വന്ന് ഇംപ്രസ് ഫയലിൽ വന്ന് നമ്മൾ ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചില്ലക്ഷരത്തിൻ്റെ അവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ബോൾഡ് ചെയ്യാണ്. അപ്പോൾ വീണപൂവിലെ വരികൾ എന്നായിട്ടുണ്ട്. നമ്മളിതൊരു 26 അതിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ആ വരികൾ ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് ബുള്ളറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കീബോർഡിൽ അത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് കീ അമർത്തുന്നു. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുത്തിട്ട് ഇവിടെയാണ് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു ബോക്സ് വരക്കണം. ആ ബോക്സ് വരച്ചതിന് ശേഷം നമ്മളിവിടെ നോട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ വന്നിട്ട് ഇവിടെ ഈ വരികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അഥവാ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളെ PPT ഫയലിലേക്ക്, ഇവിടെയാണ് നമ്മൾ ലിബ്രിയോഫീസ് ഇംപ്രസ് തുറന്നു വെച്ചിട്ടുള്ളത്, അതിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വരികൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിനൊന്ന് വലുപ്പം കൂട്ടുകയും അതിൻ്റെ കളേഴ്സ് അതേപോലെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻറ്റർ അലൈൻമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കവിതയിലെ വരികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വീണപ്പൂവ് എന്ന കവിതയുടെ ഓഡിയോ ഫയൽ വീണപ്പൂവ്.mp3 ഉൾപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇൻസേർട്ട് മെനുവിൽ ഓഡിയോ ഓർ വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ലഭ്യമാണ്. അപ്പോൾ ഇൻസേർട്ട് മെനുവിൽ നിന്ന് നമുക്ക് ഓഡിയോ ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ വീണപ്പൂവ്.mp3 എന്ന ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് താഴെയുള്ള ഓപ്പൺ ബട്ടൺ, ഇവിടെയാണ് ഓപ്പൺ ബട്ടൺ ഉള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇനി നമ്മളോട് സ്ലൈഡ് ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കത് വേറൊരു സ്ലൈഡിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ ഈ വോയിസ് ആയിട്ട് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ തന്നെ ഇത് വോയിസ് ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വരികൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കണം, ഇത് വർക്കിംഗ് ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആരോ മാർക്കിലെ ഏതെങ്കിലും കീകൾ ഉപയോഗിച്ച് അടുത്ത സ്ലൈഡുകൾ നമുക്കിങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സ്ലൈഡിൽ, മൂന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ ഓഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. ഓക്കെ, അപ്പോൾ നമുക്കിത് വർക്കിംഗ് ആണ്. ഇനി നമുക്കൊരു ക്ലിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ 2 പ്രാവശ്യം ആരോ കീസ് ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് വീണ്ടും ഈ ഒരു ഫയലിലേക്ക് തന്നെ തിരികെ വരാം. ഇനി നമുക്കതൊന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യ നമ്പർ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് DLED പ്രൊഡക്ട്സിലേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ നിന്ന് സേവാസ് ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനു സേവാസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്തേക്ക് നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നമ്മളിവിടെ Q6 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ നിന്നും DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് DLED പ്രൊഡക്ട്സ് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇത് മിനിമൈസ് ചെയ്തതിന് ശേഷം ചോദ്യം നമ്മൾ മിനിമൈസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച ഫയലുകളാണ്, ഇതൊക്കെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ ലഭ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇംപ്രസിൽ നിന്നുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 7ാം ക്ലാസ്സിലെ അന്നപഥത്തിലൂടെ എന്ന യൂണിറ്റ് വിനിമയം ചെയ്യുമ്പോൾ സസ്യലോകത്തെ ഇരപിടിയന്മാരെ പരിചയപ്പെടുത്തുന്നതിന് സഹായകരമായ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. ഹോം ഫോൾഡറിൽ DLED ഡോക്യുമെൻറ്റ്സിലെ PS39 എന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം, വീഡിയോ എന്നിവ ഉപയോഗിച്ചാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കേണ്ടത്. സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന തലക്കെട്ട് ഫോണ്ട് സൈസ് 28, ഫോണ്ട് കളർ ഗ്രീൻ, ബോൾഡ് ഇറ്റാലിക്കിൽ ടൈപ്പ് ചെയ്ത് സെൻട്രൽ അലൈൻ ചെയ്യുക. ഡ്രോസീറ, നെപ്പന്തസ്, വീനസ്, ഫ്ലൈറ്റ് ട്രാപ്പ് എന്നീ ഇരപിടിയൻ സസ്യങ്ങളുടെ ചിത്രം വ്യത്യസ്ത സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തി പേര് ടൈപ്പ് ചെയ്യുക. ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കുന്ന വീഡിയോ carnivorous plants.mp4 ഉൾപ്പെടുത്തുക.
തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് ഇംപ്രസ് എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. നമ്മൾ ആദ്യം വരുന്ന ടെംപ്ലേറ്റ് വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുവേണ്ടി ക്യാൻസലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ സ്ലൈഡ്സ് അതേപോലെ സ്ലൈഡ് പെയിൻ നമുക്കിവിടെ വേണം. അപ്പോൾ അത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ വ്യൂവിൽ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അവിടെ ടിക്ക് മാർക്ക് ഇല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോയുടെ അവൈലബിൾ ആവും. ഇനി നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന തലക്കെട്ട് ഫോണ്ട് സൈസ് 28, ഫോൺ കളർ ഗ്രീന്, ബോൾഡ് ഇറ്റാലിക് ടൈപ്പ് ചെയ്ത് സെൻട്രൽ അലൈൻ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിലിൽ പോവാം. അതിനുശേഷം സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി EN എന്നുള്ള ഐക്കണിൽ പോയി നമ്മൾ മലയാളം കീബോർഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെഡിങ് ആയതുകൊണ്ട് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് 28 ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആക്കാം. ചില സമയങ്ങളിൽ ഈ വിൻഡോ ഇവിടെ ചെറുതായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് എടുക്കണമെങ്കിൽ ഇവിടെ ഈ സെറ്റിങ്സ് പോലെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സൈസിൽ പോയി കഴിഞ്ഞ് 28 സെലക്ട് ചെയ്യാം. 28 നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബോൾഡ് ഇറ്റാലിക് ചെയ്യണം. ബോൾഡ് ഇറ്റാലിക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇറ്റാലിക്കും കൂടി നമ്മൾ ചെയ്യുന്നു. അതുപോലെ നമുക്ക് കളർ ഗ്രീന് കൊടുത്ത് സെൻട്രൽ അലൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫോണ്ട് കളറിൽ പോകാം. ഫോണ്ട് കളറിൽ പോയി ഇവിടെയാണ് നമുക്ക് ഗ്രീൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ കളർ കൊടുക്കുന്നു. ഇനി സെൻട്രൽ അലൈനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ അലൈൻ നമ്മൾ ചെയ്യുന്നു. അതുപോലെ ഇവിടെ വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ആ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് അമർത്തുന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനെ നടുഭാഗത്തേക്ക് കൊണ്ടുവരാം. കാരണം ഈ സ്ലൈഡിൽ വേറൊരു കാര്യവും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ നടുഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോസീറ, നെപ്പന്തസ്, വീനസ്, ഫ്ലൈറ്റ് ട്രാപ്പ് എന്നീ ഇരപിടിയൻ സസ്യങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്താനാണ്. വ്യത്യസ്ത സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തണം, അതിൻ്റെ പേരും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇതിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഒഴിവാക്കാം. താഴത്തുള്ള ആ വിൻഡോ നമുക്കൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ആവശ്യമാണ് ഓരോന്നിൻ്റെയും പേര് ഉൾപ്പെടുത്തുന്നതിന് നമുക്കത് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ കളയുന്നില്ല, ടൈറ്റിൽ ബോക്സ് നമ്മൾ കളയുന്നില്ല. ഇനി ഇതിലേക്ക് ഇമേജ് ഉൾപ്പെടുത്താൻ വേണ്ടി ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഇൻസേർട്ട് ഇമേജ് ഐക്കണിലും എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫയലുകൾ അവൈലബിൾ ആയിട്ടുള്ളത് PS39 അഥവാ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിലുള്ള PS39ലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫയൽസ് കാണാം. ഡ്രോസീറ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഇനി അതിനുശേഷം ഇതിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡ്രോസീറ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സ്ലൈഡ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് ചെയ്യുന്നു. ഇവിടെയും ഇതേപോലെ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടേക്ക് ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് അടുത്ത ചിത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻസേർട്ട് ഇമേജിൽ പോകുന്നു. ഓൾറെഡി നമ്മൾ ഒരു തവണ ഓപ്പൺ ചെയ്താൽ ആ ഒരു ഫോൾഡർ തന്നെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക. ഇവിടെ നെപ്പന്തസ് ഉണ്ട്, നമുക്ക് നെപ്പന്തസ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചിത്രം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ ചിത്രം ഒന്ന് ക്രമീകരിച്ച് വെക്കാം. ഇവിടെ നമ്മളതിന് വലുപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിച്ച് വെക്കുന്നു. ഇനി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പേര് എഴുതണം. ഇവിടെ എഴുതേണ്ടത് നെപ്പന്തസ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെപ്പന്തസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത സസ്യം നമുക്ക് ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എടുക്കുന്നു. അതുപോലെ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു.
അതുപോലെ ഇൻസേർട്ട് മെനുവിൽ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അടുത്ത ചിത്രം നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇതിൻ്റെ പേര് വീനസ് ആണ്. അപ്പോൾ വീനസ് ഫ്ലൈ ട്രാപ്പാണ്. അപ്പോൾ നമുക്കതിൻ്റെ പേര് ഇവിടെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നും എഴുതിയിട്ടുണ്ട്. ആ ഇമേജ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കുന്ന വീഡിയോ കാർണിവോറസ് പ്ലാന്റ്സ് .mp4 ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിനു വേണ്ടി നമുക്ക് വീണ്ടും ഒരു സ്ലൈഡ് എടുക്കാം. സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എടുക്കുന്നു. ഇതിനകത്ത് നമുക്ക് ഈ 2 ടെക്സ്റ്റ് ബോക്സുകളും ഒന്ന് ഒഴിവാക്കാം. അതിനുശേഷം ഇവിടേക്ക് വീഡിയോ ആണ് ഉൾപ്പെടുത്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് മെനുവിൽ ഓഡിയോ ഓർ വീഡിയോ എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ. ഇതിൽ നമുക്ക് ഹോം ഫോൾഡറിലെ DLL ഡോക്യുമെൻറ്റ്സിൽ PS39 പോയി കഴിഞ്ഞാൽ കാർണിവോറസ് പ്ലാന്റ്സ് .mp4 എന്ന ഫയൽ കാണാം. അത് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോൻ്റെ ആ ഒരു ചിത്രം നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ സ്ക്രീനിലേക്ക് എത്ര ആവശ്യമാണോ അത്രത്തോളം നമ്മളതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ഹോം ഫോൾഡറിൽ DLL പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഫയലിൽ സേവാസ് അല്ലെങ്കിൽ സേവ് നമുക്ക് ഉപയോഗിക്കാം. സേവാസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ _ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മലയാളം ടൈപ്പിങ്ങിലാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ _ ഇടുന്നു. നമ്മൾ Q7 എന്ന് ഇവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോൾഡർ DLL പ്രൊഡക്ട്സ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഹോം ഫോൾഡറിൽ DLL പ്രൊഡക്ട്സ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഫയൽ സ്ലൈഡ് ഷോ ചെയ്യാം. സ്ലൈഡ് ഷോയിൽ പോയി സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുത്ത് ഇതെല്ലാം വർക്കിംഗ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓരോ ആരോ മാർക്കോ അല്ലെങ്കിൽ ഓരോ തവണ ക്ലിക്കോ ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്ലൈഡിലായിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നമുക്കവിടെ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവുന്നത് കാണാം. ഇനി നമുക്ക് ESC കീ അഥവാ എസ്കേപ്പ് കീ കീബോർഡിൽ പ്രസ് ചെയ്ത് പഴയ വിൻഡോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി നമ്മൾ ചെയ്ത ഫയൽ നമ്മുടെ DLL പ്രൊഡക്ട്സിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് മിനിമൈസ് ചെയ്ത് ചോദ്യവും മിനിമൈസ് ചെയ്ത് വെക്കുന്നു. ഹോം ഫോൾഡറിലെ DLL പ്രൊഡക്ട്സിലേക്ക് പോയി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ അവൈലബിൾ ആണെന്ന് നമുക്ക് കാണുന്നുണ്ട്.